കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ പോർട്ടലിലെ വിവരങ്ങൾ ചോർത്തുന്ന ടെലഗ്രാം ബോട്ടിലേക്ക് ആൾക്കാരുടെ തള്ളിക്കയറ്റം. വരിക്കാരുടെ എണ്ണം 50,000 പിന്നിട്ടു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനൽക സെയ്ദ് ചേരുന്നുണ്ട്. അനൽക, രാവിലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. വളരെ വലിയ ബ്രേക്കിംഗ് ആയിരുന്നു ന്യൂസ് മലയാളത്തിന്റെ. അതിന് പിന്നാലെ 32,000 ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 50,000 പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് മലയാളമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ അതിന്റെ ഡാറ്റാബേസ് ലീക്കായ വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. ഇതിന്റെ ടെലഗ്രാം ബോട്ടിലേക്ക്, ഈ വിവരങ്ങൾ ലീക്കാവുന്ന ടെലഗ്രാം ബോട്ടിലേക്ക് ആൾക്കാരുടെ വലിയ രീതിയിലുള്ള തള്ളിക്കയറ്റമാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ 32,000-ൽ താഴെയായിരുന്നു രാവിലെ ഉണ്ടായിരുന്ന വരിക്കാരുടെ എണ്ണം. എന്നാൽ ഇപ്പോൾ ഏകദേശം 55,000-ലധികം വരിക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്നും കൂടുതൽ ഇത്തരത്തിലുള്ള ഡാറ്റ ചോർച്ച ഉണ്ടായിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട, അതായത് സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പുമായി കേന്ദ്ര ഗതാഗത വകുപ്പോ ഇത്തരത്തിൽ ഈ ഡാറ്റ ചോർച്ച തടയാൻ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, അവർ ഇതുവരെ ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നാളെ വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറും കൂടി ഇതിൽ അവർ കൊണ്ടുവരുമെന്നാണ് ഇതിൽ ടെലഗ്രാം ബോട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും അതായത് പരിവാഹൻ പോർട്ടലിലെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ അടക്കമുള്ള ഡാറ്റ, ആ ഡാറ്റ ചോർച്ച തടയാൻ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗൗതം, ശരി. കോഴിക്കോട് നിന്നും അനൽക സെയ്ദാണ് ഈ ഗുരുതരമായ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.